സ്നേഹാർപ്പണ കൂപ്പുകൾ പൈസീസലാം പ്രാണപ്രണയം അതാണ് എൻ്റെ വിഷയം. സ്നേഹവും പ്രാണപ്രണയവും രണ്ടും രണ്ടാണ്. സ്നേഹം വൈവിധ്യമാണെങ്കിൽ പ്രാണപ്രണയം അത് ജീവൻ്റെ പ്രണയ. സ്നേഹം എന്നുള്ളത് വൈവിധ്യമാണ്. അത് പല നിലക്കും പലരും സ്നേഹിക്കുന്നു, പല രൂപത്തിലുണ്ട് സ്നേഹം. പക്ഷേ പ്രണയം അതല്ല, അത് പ്രാണൻ്റേതാണ് പ്രണയം. അതിനെ തന്നെയാണ് ഇവിടുത്തെ മതവിഭാഗങ്ങളും ജാതി വിഭാഗങ്ങളും കത്തിവെക്കുന്നു. അവരൊരിക്കലും അംഗീകരിക്കുന്നില്ല പ്രാണപ്രണയം. പ്രാണൻ്റെ പ്രണയത്തെ അവർ അംഗീകരിക്കുന്നില്ല. ജാതിയും മതവും സ്നേഹത്തെ അവർ അംഗീകരിച്ചിരിക്കാം. അത് വൈവിധ്യങ്ങളാണ്. കാരണം അവർ മതങ്ങളും ജാതികളും ഇവിടെ പഠിപ്പിക്കുന്നത് ഭയഭക്തിയാണ്. സ്നേഹഭക്തിയോ പ്രണയഭക്തിയോ അല്ല, ഭയഭക്തി. വിശ്വാസികളുടെ ഭീതിപ്പെടുത്തുക, ഭയപ്പെടുത്തുക. എന്നാൽ ശരിക്കും മനുഷ്യത്വത്തിൽ ഉള്ളത് സ്നേഹഭക്തിയാണ്, ഒരിക്കലും ഭയഭക്തിയല്ല. ഭയഭക്തി എന്തിനു ആരെ ഭയക്കുന്നു? ആരെയാണ് പേടിക്കേണ്ടത്? എന്തിനു പേടിക്കുന്നത്? ഈ ഭൂമിയെ, ജീവഭൂമിയെ എല്ലാ നിലക്കും സ്വർഗീയമാക്കി തന്ന, സൃഷ്ടിപ്പിലും ജീവിക്കാനുള്ള പശ്ചാത്തലത്തിലും സ്വർഗീയമായി സൃഷ്ടിച്ചു തന്ന സൃഷ്ടാവിനെ എന്തിനു പേടിക്കണം? ആ സൃഷ്ടാവിനെ സ്നേഹിക്കുകയാണ് വേണ്ടത്. പേടിക്കുക എന്നത് ഭീകരമായ അബദ്ധമാണ്. അത് ഇവിടുത്തെ മതങ്ങൾ അവരുടെ വിശ്വാസികളെ പ്രലോഭിക്കാനും പേടിപ്പിച്ച് നിർത്തുക. എല്ലാത്തിലും പേടിപ്പിക്കലാണ്. ജീവിതം പേടിക്കാനുള്ളതല്ല, ജീവിതം ആനന്ദിക്കാനുള്ളതാണ്. എന്തിനു ഭയപ്പെടുന്നോ? മനുഷ്യ ശരീരം ഓരോരുത്തരും അവനൻ്റെ ശരീരത്തിന് കോടാനക്കോടി കോശങ്ങളാണ്, അനന്തകോടി പ്രവർത്തന ശേഷിയാൽ ഏറ്റവും അശ്രദ്ധകൾക്കായി ഏറ്റവും വലിയ സൃഷ്ടിശ്രേഷ്ഠമായി അടക്കപ്പെട്ട ഈ മനുഷ്യൻ അതൊക്കെ ചെയ്തു തന്ന ഒരു സൃഷ്ടാവ്. ആ സൃഷ്ടാവിനെ എന്തിനു പേടിക്കണം? സ്നേഹിക്കുകയാണ്. ഭയഭക്തിയാണ് വേണ്ടത്. മനുഷ്യത്വത്തിൽ ഭയഭക്തിക്ക് അംഗീകാരമുള്ളൂ. അവർ ഒരിക്കലും ഭയഭക്തിയെ അംഗീകരിക്കുന്നില്ല. സ്നേഹഭക്തിയാണ്. ഒരിക്കലും ഭയഭക്തിയില്ല, സ്നേഹഭക്തിയാണ്. ഇവിടെ പ്രാണപ്രണയത്തെ ജാതി മതസ്ഥരെ അംഗീകരിക്കുന്നില്ല. ആ പ്രാണപ്രണയത്തെ അംഗീകരിക്കാതെ അവരെ പല നിലക്കും ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. നോക്കൂ, എന്തുകൊണ്ടാണ് ഇവിടെ സ്നേഹം പഠിപ്പിക്കപ്പെടാത്തത്? അതിൻ്റെ ദുരന്തമല്ലേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇവിടെ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. വയസ്സായ വൃദ്ധന്മാർ പോലും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. എന്തിൻ്റെ പേരിലാണ്? സ്നേഹം എന്താണെന്നും പ്രണയം എന്താണെന്നും ഇവിടുത്തെ ഒന്നിലും പഠിപ്പിക്കുന്നില്ല. ഒരു മതസ്ഥാപനങ്ങളിലും അത് പഠിപ്പിക്കുന്നില്ല. അവർ ഭയപ്പെടുത്തുകയാണ്. ജീവിതം പേടിക്കാനുള്ളതല്ല, ജീവിതം ആനന്ദിക്കുവാനുള്ളതാണ്. ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നരകമുണ്ട്, അവിടെ അങ്ങനെ ശിക്ഷയുണ്ട്, ഇങ്ങനെ ശിക്ഷയുണ്ട്. വെറും മനുഷ്യരിൽ കുറ്റബോധങ്ങളും തെറ്റുബോധങ്ങളും ഉണ്ടാക്കി അവനൊരു ഭയപ്പെട്ട ഒരു പേടിക്കുന്ന ജീവിയാക്കി മാറ്റുക എന്നത് ജാതീയതയുടെ സിദ്ധാന്തങ്ങളാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അവർ പ്രാണപ്രണയത്തെ അംഗീകരിക്കില്ല. അങ്ങനെ സ്നേഹിക്കുന്നവരെ ആ പ്രാണപ്രണയത്തിൽ ഒരിക്കലും ജാതിയോ മതങ്ങളോ ഉണ്ടാവില്ല. അത് പ്രാണൻ്റെ പ്രണയമാണ്. പ്രാണൻ്റെ പ്രണയത്തിൽ ജീവൻ്റെ പ്രണയം. അതെ, പ്രാണൻ എന്ന് പറഞ്ഞാൽ ജീവനല്ലേ. ആ പ്രാണപ്രണയം ജീവൻ്റെ പ്രണയമാണ്. സ്നേഹം അത് അല്ല, സ്നേഹം പോലെയല്ല, ജീവൻ്റെ പ്രണയം. ആ ജീവൻ്റെ പ്രണയത്തെ ഇവർ അംഗീകരിക്കുന്നുണ്ട്. അവിടെ ജാതി നോക്കുന്നു, മതം നോക്കുന്നു, അവനെ ഏത് ജാതിയിൽപ്പെട്ടാണ്, ഏത് ദീനാണ്, ഏത് ഇതിനെ പറഞ്ഞ് അതിനെ അലങ്കോലപ്പെടുത്തുകയും ആക്രമിക്കുകയും അവരെ ഭിന്നിപ്പിക്കുകയും അങ്ങനത്തെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യാത്ത ഒരു
വല്ലാത്തൊരു ഒരു ചങ്ങലയിലും ഈ മതത്തിൻ്റെയും ജാതിയുടെയും മതിൽക്കെട്ടിൽ ജീവിക്കുന്ന ഇന്നത്തെ യുവത എന്തുകൊണ്ടാണ് ഇങ്ങനെ പിഴച്ചു പോകുന്നത്? പെൺകുട്ടികൾ മാതാപിതാക്കന്മാരുടെയും കുടുംബ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് അവർ അലക്ഷ്യമായി ഇറങ്ങിപ്പോകുന്നു. ആൺകുട്ടികളും അങ്ങനത്തെ എന്തുകൊണ്ടാണ് ഈ യുവത്വം ഇങ്ങനായിത്തീരുന്നത്? ഇനി മറ്റൊരു രൂപത്തിലാണ് അത് പീഡിപ്പിക്കപ്പെടുന്ന ശൈലിയിലാണ് യുവത്വം നീങ്ങുന്നത്. ജീവിതം എന്താണെന്നോ സ്നേഹം എന്താണെന്നോ പ്രണയം എന്താണെന്നോ ഒന്നും പഠിക്കാത്തതിൻ്റെ ഭവിഷ്യത്താണ് ഇത് നാം അനുഭവിച്ച് ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രണയത്തിന് ആ പ്രാണപ്രണയത്തെ അംഗീകരിക്കാത്ത, അതിനെ ഒരിക്കലും സ്വീകരിക്കാത്ത, അതിനെ കത്തിവെക്കുന്ന സിദ്ധാന്തങ്ങളാണ് മതങ്ങളുടേത്, ജാതികളുടേത്. അവർ പ്രണയിക്കുന്നവരുടെ ജാതി നോക്കുന്നു, അവരുടെ മതം നോക്കുന്നു. ആ ജാതിക്കും മതക്കും അവർക്ക് ഇഷ്ടമില്ലാത്താണെങ്കിൽ സമ്മതിക്കുന്നില്ല. ആ പ്രാണപ്രണയത്താണ് കൊലപ്പെടുത്തുന്നത്. പ്രാണപ്രണയമാണ് ഈ ജീവബ്രഹ്മത്തിൻ്റെ അകത്തുക, ജീവബ്രഹ്മത്തെ സജീവമാക്കുന്നതും ഈ ജീവാണ്ടത്തെ അതിനെ വികസിതമാക്കുന്നതും പ്രാണപ്രണയമാണ്. അവിടെ ജാതിയുടെ ഏകത്വമില്ല. പ്രാണൻ്റെ പ്രണയം, ജീവൻ്റെ പ്രണയം. ആ ജീവൻ്റെ പ്രണയെ സമൂഹം അംഗീകരിക്കാത്ത കാലത്തോളം യുവത ചങ്ങലയിലാണ്, കെട്ടിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുന്നത്. അവരെ ജീവിക്കാൻ വിടുന്നില്ല. ഇന്ന് കണ്ടില്ലേ ഒരു വൈവാഹിക ബന്ധം, അതാണ് മതങ്ങളുടെയും ജാതികളുടെയും ജീവിതത്തിൻ്റെ വസന്തീയ കാലഘട്ടങ്ങൾ മുഴുവനും ക്ഷമിച്ച് കടിച്ച് പിടിച്ച് അതെല്ലാം സഹിച്ച് ആ വസന്തീയ കാലഘട്ടത്തിൻ്റെ അവസാനത്തിലാണ് ഒരു വിവാഹം സമ്മതിക്കുന്നത്. തികച്ചും ആഭാസകരമായ മനുഷ്യത്വത്തിന് അവഹേളിക്കുന്ന, യുവത്വത്തെ ഭീകരമാക്കുന്ന, യുവത്വത്തെ അപകടപ്പെടുത്തുന്ന സിദ്ധാന്തങ്ങളാണ് ഞാൻ കാണുന്നത്. നല്ല നല്ല ജീവിതത്തിൽ ചില ഘട്ടങ്ങളുണ്ട്. വസന്തീയ കാലഘട്ടം, ആ വസന്തീയ കാലഘട്ടത്തെ ഉപയോഗപ്പെടുത്തില്ലെങ്കിൽ അവൻ രോഗികളായി മാറുന്നതും രോഗങ്ങൾ വർദ്ധിക്കുന്നതും ജീവിതം പാഴായി പോവുകയാണ്. ഇവിടുത്തെ ആൺകുട്ടികളാവട്ടെ ഇവിടുത്തെ പെൺകുട്ടികളാവട്ടെ ഒക്കെയും അലക്ഷ്യമായി അന്തം വിട്ട് വല്ലാത്തൊരവസ്ഥയിലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇതിനൊക്കെ പ്രദേശങ്ങളും മതങ്ങളാണ്. അവരുടെ ഈ ഒന്നിനും കൊല്ലാത്ത മനുഷ്യത്വത്തിന് വിരുദ്ധമായ നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, അതാണ് ഇവിടുത്തെ യുവത്വത്തെ ഇത്രയും അപകടപ്പെടുത്തിയിട്ടുള്ളത്. എന്ത് ചെയ്യും? മോഹങ്ങളും ദാഹങ്ങളും അത് കടിച്ചു പിടിച്ച് നിർത്തുന്നത് തന്നെ ആരോഗ്യത്തിന്, ശരീരത്തിന് രോഗമുണ്ടാക്കുന്ന കേസുകളാണ്. മാറാരോഗങ്ങളുണ്ടാക്കും, മാനസിക പ്രശ്നങ്ങളുണ്ടാക്കും. തന്നെക്കും തന്നെ ധാരാളം പെൺകുട്ടികൾ മാനസിക രോഗികളായി മാറുന്നു. ധാരാളം ആൺകുട്ടികൾ പലതിൻ്റെയും അടിമകളായും മാനസിക വഴിതെറ്റിപ്പോകുന്നു. എന്തുകൊണ്ടാണ്? ഈ അവരുടെ ആ വസന്തീയ കാലഘട്ടത്തെ ഉപയോഗപ്പെടുത്തുവാൻ ഇവിടുത്തെ ജാതീയ മതകീയ വ്യവസ്ഥകൾ മതിൽ വെച്ചിരിക്കുകയാണ്, മതിൽ കെട്ടിയിരിക്കുകയാണ്. ഒന്നിനും സമ്മതിക്കാത്ത, ഒത്തുകൂടാൻ സമ്മതിക്കാത്ത, അടുക്കാൻ സമ്മതിക്കാത്ത ഒരു വ്യവസ്ഥയാണ് ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. മതങ്ങളും ജാതികളും കണ്ടില്ലേ? വേദഗ്രന്ഥങ്ങൾ ആ എല്ലാം പറയുന്നത് മുഖം ഒരിക്കലും മറക്കാൻ പാടില്ലെന്നാണ്, മുഖം വെളിവാക്കണമെന്നാണ്. ഇവരെന്ത് രീതി ദൈവത്തിന് അങ്ങോട്ട് പഠിപ്പിച്ചല്ല. മുഖം മറക്കണം, കണ്ണ് മാത്രമേ കാണിക്കാവൂ. മുഖം മറക്കരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. മുഖവും മുഖയൊന്നും മറക്കാൻ പാടില്ലെന്ന് പറയുന്നത്. ഇവർ അള്ളാഹുവിനെ, സൃഷ്ടാവിനെ ഇവർ അങ്ങോട്ട് ഓതിക്കൊടുക്കുന്നു. മുഖം മറക്കണം, കണ്ണ് മാത്രമേ വിളിക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ദൈവത്തിന് അങ്ങോട്ട് പഠിപ്പിക്കുന്ന ഒരു മത സിദ്ധാന്തങ്ങളാണ്. ജാലിക്കൽ കിതാബ്, ആ കിതാബ് എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഇവന്മാർ പറഞ്ഞ അല്ല, ഹാദിഹിൽ കിതാബ്, ഈ കിതാബ്. ഏത് കിതാബ്? തിരുരങ്ങാടിയിലും ഫഹദിൻ്റെ പ്രസ്സിലും അച്ചടിക്കുന്ന ഈ കിതാബ് എന്ന ജാലിക്കൽ കിതാബിനെന്ന് ആ കിതാബിനാണ്. ദൈവം ആ കിതാബ് എന്ന് വേദത്തിൽ പറയുമ്പോൾ ഇവരതിന് മാന വെക്കുന്ന ഈ കിതാബ് എന്ന. മുഖം വെളിവാക്കണം, മുഖവും മുങ്കയും വെളിവാക്കണമെന്ന് ഖുർആൻ നസ്സായിട്ട് പറയുന്നു.
ഇവർ പറഞ്ഞ അല്ല, അത് ദൈവത്തിന് തെറ്റിപ്പറ്റിപ്പോയി, കണ്ണ് മാത്രമേ ഇടുക്കി കൊണ്ടുവരാൻ പാടുള്ളൂ, മുഖം മറക്കണം. തന്നെക്കും തന്നെ ഈ അദൃശ്യമായ ഏറ്റവും വലിയ പ്രവാചകനായി കാണേണ്ട കൊറോണ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അനാവശ്യമായി മുഖം മറച്ചതിന് ഇപ്പോൾ ആവശ്യത്തിന് പോയി മുഖം മറക്കേണ്ടി വന്നു. അനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിന് നേരെ വിവിധ കൊറോണ ചെയ്യിപ്പിച്ചു. അടുക്കാനാണ് ഖുർആൻ പറയുന്നത്. മനുഷ്യർ തമ്മിൽ അടുക്കണം. മനുഷ്യരുടെ സഹവർത്തിത്വം, സമ്പർക്കം, സാഹോദര്യം, ഇതൊക്കെയാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും ലോകത്ത് വന്ന് സർവ്വ ഉദ്ധാരകന്മാരും പ്രവാചകന്മാരും ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അടുക്കാനും സമ്പർക്കത്തിനും സംസർഗത്തിനും സംഗമത്തിനും ഒക്കെ പറയുന്നത്. ഇതിനെല്ലാം ഇവർ നിഷേധിച്ച് സംസർഗം പാടില്ല, സമ്പർക്കം പാടില്ല, സംഗമം പാടില്ല. അതിലെല്ലാം ഉപാധികൾ വെച്ച്, ജാതിയുടെയും മതത്തിൻ്റെയും ഉപാധികൾ വെച്ച് അതെല്ലാം അകറ്റി ഇപ്പോൾ കൊറോണ എന്താക്കി അകറ്റി അടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇതൊക്കെ മനുഷ്യത്വത്തിന് ബാധിച്ച ഏറ്റവും ഭീകര സംഭവങ്ങളാണെന്ന് മറക്കരുത്. അതല്ലേ ഇവർ അടുക്കാനും ദൈവം പറഞ്ഞപ്പോൾ ഇവർ അകറ്റി. മറക്കരുത് എന്ന് പറഞ്ഞപ്പോൾ മറക്കണം. വിപരീതമാണ് ചെയ്യുന്നത്. അതല്ലേ ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും നോക്കൂ, ഈ കൊറോണ ഇതിൻ്റെ കാലം കഴിഞ്ഞാൽ ഇതെല്ലാം ജനങ്ങൾ മറിച്ചു പോകും. എന്തെല്ലാം മരുന്നുകളായിരുന്നു, വെള്ളങ്ങളായിരുന്നു പറഞ്ഞിരുന്നു. സർവ്വരോഗ സംഹാരി എന്ന് പറഞ്ഞ് എന്തൊക്കെയോ വെള്ളം കലക്കി കൊടുത്ത് കോടാനക്കോടികൾ സംഭവിച്ച് ആ വെള്ളക്കപ്പ എവിടെ പോയി? സർവ്വരോഗ സംഹാരിയായ വെള്ളങ്ങൾ, മുടിവെള്ളങ്ങളും സംസം വെള്ളങ്ങളും അതിനൊന്നും ഒരു പിടുത്തമില്ല. അതൊക്കെ അടച്ചു പൂട്ടിപ്പോയി, ഒരു ഫായതയില്ല. എന്തുകൊണ്ട്? ശരിക്ക് ചിന്തിക്കുന്നവർക്ക് ഈ വെള്ളം കൊണ്ട് സർവ്വരോഗങ്ങൾക്കും ഫായതയാണ് ഈ വെള്ളങ്ങളെ. പിന്നെന്തേത് പൂട്ടേണ്ടി വന്നത്? സംസമും മറ്റും ഇത്രയ്ക്ക് എല്ലാ രോഗങ്ങൾക്കും ശിഫയാണെന്ന് കൊട്ടിഘോഷിച്ച് വിശ്വാസികളെ പ്രലോഭനം ചെയ്ത് അവരുടെ വിയർപ്പും സമ്പാദ്യം പിടിച്ചു പറ്റുന്ന സ്വഭാവം എവിടെ കണ്ടത്? എന്താ പിന്നെ ഇതൊന്നും മരുന്നായി കൊറോണ വന്നപ്പോൾ ഒന്നും ഉപയോഗപ്പെട്ടില്ല. ഈ സർവ്വരോഗ സംഹാരികളായ വെള്ളങ്ങളോ ആ വെള്ളം വിൽക്കുന്നവരോ ആ വെള്ളം വിറ്റ് കാശുണ്ടാക്കുന്നവരോ പിന്നെ കാണാനായില്ല, കൂട്ടിക്കിടക്കുകയാണ്. ഇനി ഈ കൊറോണ പോയാൽ വീണ്ടും തുടങ്ങും അവർ. വിശ്വാസികളെ പിന്നാലെ കൂടുകയും ചെയ്യും. എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? പക്ഷെ മറിച്ച് വരുന്നു. അപ്പം ഇതെല്ലാം മറക്കും. എന്തോ മനുഷ്യർക്ക് മറക്കാനുണ്ട്. വിശ്വാസികളെ മറപ്പിക്കുന്ന വലിയ സ്വഭാവമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രണയത്തിന് സമ്മതിക്കുന്നില്ല. യുവത പിഴച്ചു പോവുകയാണ്. കാരണം അവരുടെ വസന്തീയ കാലഘട്ടം ഒന്നിനും കൊള്ളാതെ ചുക്കിച്ചുളിഞ്ഞ് നഷ്ടമായി പോകുന്നു. മനുഷ്യൻ്റെ വസന്ത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വസന്തീയ കാലഘട്ടം. പിന്നീടുള്ളത് വാർദ്ധക്യങ്ങളാണ്. പിന്നീട് ഒന്നിനും കൊള്ളാത്ത സമയങ്ങളാണ്. ആ സമയത്തായിരിക്കും ഈ സമയം നഷ്ടപ്പെട്ടതിൻ്റെ ഖേദം. കാര്യമില്ല, കുറച്ച് കാലങ്ങളുള്ളൂ. ഈ ഹ്രസ്വ ജീവിതത്തിൽ തന്നെ മനുഷ്യൻ്റെ ജീവിതം പല ഘട്ടങ്ങളായിട്ടാണ് പോകുന്നത്. വസന്തീയ കാലഘട്ടം, വാർദ്ധക്യീയ കാലഘട്ടം, അങ്ങനെ പല കാലഘട്ടങ്ങളായിട്ട് പോകും. ഈ വസന്തീയ കാലഘട്ടമാണ് ഏറ്റവും മനോഹരമായ, അതിസുന്ദരമായ, ഏറ്റവും ജമാലിയത്തിൻ്റെയും ജലാലിയത്തിൻ്റെയും പ്രകാശിതമായ കാലഘട്ടം ഈ വസന്തീയ കാലഘട്ടമാണ്. ആ വസന്തീയ കാലഘട്ടം ഇന്നത്തെ യുവതക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്, ചുക്കിച്ചുളിഞ്ഞു പോവുകയാണ്. ഒരു ഉപയോഗമില്ലാതെ, ഒരു കാര്യമില്ലാതെ വെറും പിടിച്ച് കടിച്ച് രോഗികളായി മാറുന്നു. അവരുടെ ആ തേജസ്സും ഓജസ്സും നഷ്ടപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു? ഇതിനെ കടിച്ച മോഹങ്ങളെ, ഏതൊരു ജീവിക്കും മോഹങ്ങളും ദാഹങ്ങളുമുണ്ട്. ജീവൻ്റെ മോഹങ്ങളും ശരീരത്തിൻ്റെ ദാഹങ്ങളും അങ്ങനെ പലതും. അതിനൊന്നും ഒരു നിർവാഹമില്ലാതെ ചങ്ങയിൽ വരിഞ്ഞു കെട്ടി മതിലിൻ്റെ ഉള്ളിലാക്കിയ ഈ ശൈതാനീയത്തിൻ്റെ മതങ്ങളാണ്. ഈ മതങ്ങളെ വരാൻ പോകുന്ന യുവത ഒരിക്കലും വിടുമെന്ന് തോന്നുന്നില്ല. അസ്സലാം.